ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ മുഖത്തൊക്കെ ഫേസ് പാക്ക് ഇട്ട് രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ച് ഇന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെടുത്ത് ഞാൻ ഇന്ന് കഴിക്കുന്ന ഞാൻ വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന കറികൾ ഉണ്ട് കുറച്ച്. അപ്പോൾ അത് നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വെജ് കോലാപ്പുരിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് എൻ്റേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കും. വെജിറ്റബിൾ മാത്രം ഇട്ടിട്ടുള്ളൊരു കറിയാണ് വെജ് കോലാപ്പുരി. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും. ഹലോ, അപ്പോൾ ഞാനിന്ന് വെയിറ്റ് ലോസിനെ പറ്റി അടിപൊളി ഒരു വെജ് കോലാപ്പൂരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ്, പട്ടാണി, അതുപോലെ തന്നെ കോളിഫ്ലവർ ഇതെല്ലാം ഞാനൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇത് ഒത്തിരി ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇന്നതിന് ശേഷം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കുക. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 1 സ്പൂണ് ഒലിവ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി, പിന്നെ ഉള്ളി, മല്ലിച്ചപ്പ് ഇത്രയും വേണം. പിന്നെ മസാലകൾ ഗരം മസാലപ്പൊടി. ഇത് കോലാപ്പൂരി മസാല എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും. ഇതിൽ ധനിയ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ജീരകപ്പൊടി, അങ്ങനെ ഉള്ള പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ മസാല ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. കോലാപ്പൂരി മസാല എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടും കടകളിൽ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജ് കോലാപ്പൂരി മസാല വേണമെന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വേണ്ട, ഞാനൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം സവാള 2 കുഞ്ഞ് സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. കുഞ്ഞ് സവാള എടുത്തിട്ട് ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ പിന്നെ ഒന്ന് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ഞാനൊരു വലിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ള. ഇത് 2 പേർക്ക് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് കറി. 2-3 പേർക്ക് നല്ലപോലെ കഴിക്കാം. അങ്ങനത്തെ കറിയാണ് ഇത്. പിന്നെ മസാലപ്പൊടി, വെജ് കോലാപ്പൂരി മസാലപ്പൊടി ഇവിടെ കിട്ടും, കടകളിൽ കിട്ടും. നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ പിന്നെ നമ്മുടെ കൊപ്ര നമ്മൾ തേങ്ങ വറുക്കണ പോലെ എണ്ണ ഇല്ലാണ്ട് വറുത്തിട്ട് ഈ മസാലയും കൂടിയിട്ട് ഇട്ടിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഫ്രഷായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. അല്ല അങ്ങനെ പീടികയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് സവാളയും വഴണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒത്തിരി ഉപ്പ്, നമ്മൾ വെജിറ്റബിളിൽ ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മസാലയും കാര്യങ്ങളും പിന്നെ നമ്മുടെ സവാളയിലും തക്കാളിയിലൊന്നും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ മസാല ഞാൻ കലക്കി വെച്ച മസാല അതിൽ ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെജിറ്റബിളിലേക്ക് നമ്മുടെ എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കണം. ഇന്നതിന് ശേഷം മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം നന്നായി ഒരു 2-3 കുറച്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഹെൽത്തി ആയിട്ടുള്ള വെജ് കോലാപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസിന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.